ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. രാമുവിന് നല്ല ആരോഗ്യമുണ്ട്, നല്ല മട്ടനൊക്കെ കയറി തട്ടിയിട്ടിരിക്കുക പുള്ളിക്കാരത്തി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ മേഘാലയയിലൊക്കെ കുറേ പേര് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും. ഷില്ലോങ്ങും ചിറാപുഞ്ചിയും അവിടുന്ന് ഇവിടുന്ന് ഡബിൾ ഡെക്കർ ബ്രിഡ്ജും കാണാത്തതും കേൾക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ഈ ഷില്ലോങ് എന്ന പേര് വന്നത് എങ്ങനെയാണ്? നമ്മുടെ ഓരോ നാടിനും ഓരോ പേരുണ്ടാകും. ആ പേര് വന്നതിന് പിന്നിൽ ഓരോ കാരണവും ഉണ്ടാകും. ഷില്ലോങ് വന്നിട്ട് നമ്മുടെ മേഘാലയയുടെ ക്യാപിറ്റലാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ അടുത്ത കുറച്ച് ദിവസത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഷില്ലോങ്ങിനെ കുറിച്ച് മാത്രമാണ്. ഞങ്ങളാണെങ്കിൽ ഷില്ലോങ്ങിൽ ഒരു 5 ദിവസത്തോളം താമസിച്ച് കറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളാരും അറിയപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആർക്കും അറിയാത്ത ഷില്ലോങ് എന്ന പേര് വന്ന ഒരു കഥയാവും നമ്മൾ പറയാൻ പോണേ. ഇതൊരു കഥയായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററികൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐതിഹ്യം, ഒരു കഥയെന്ന് പറഞ്ഞ് കിടക്കുന്നത് നമ്മുടെ ഖാസി ട്രൈബുമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ബിലീഫ്സ്, വിശ്വാസങ്ങളോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കാരണം മോസ്റ്റ്ലി നമ്മളെന്താ പറയുക, മേഘാലയയിലുള്ള പല ട്രൈബ്സിലും ഒന്നാണ് ഖാസീസ് അല്ലേ. നമ്മൾ പലയിടത്തും അവരെ കണ്ടു, നമ്മൾ സാക്രഡ് ഫോറസ്റ്റിലും ഒക്കെ നമ്മൾ അവരെ കുറിച്ച് കണ്ടു, ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി കാണുക. സോ കാര്യത്തിലേക്ക് വരാം. ഈ ഷില്ലോങ് എന്ന പേര് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ യു ലെയ്, അതായത് ഖാസി മിത്തോളജി അനുസരിച്ചിട്ട് ഷില്ലോങ് പീക്കിൽ താമസിക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ദൈവം, അല്ലെങ്കിൽ ഒരു വിശ്വാസം, ഒരു ശക്തി. ആ ശക്തിയാണ് ഷില്ലോങ് എന്ന നഗരത്തെ, ആ ഒരു മൊത്തം പ്രദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഖാസി ട്രൈബ്സിൻ്റെ, ഖാസി ആൾക്കാരുടെ വിശ്വാസം. അതായത് ആ യു ലെയ് ഷില്ലോങ്, അതിൻ്റെ സ്പെല്ലിങ് എന്താ പറയുക, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതേക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലോക്കലായിട്ട് ഒരാളെ കണ്ടു. ആ പുള്ളിയാണ് നമ്മളോട്, നിങ്ങൾ ഷില്ലോങ് പീക്കിലേക്ക് പോകുന്ന വഴിക്ക് എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ആ ഒരു എൻട്രി പോയിന്റ് എത്തുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു സ്ഥലം കാണാൻ പറ്റും. അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഷില്ലോങ് പീക്കിൽ നിന്നാണ് ഈ ഷില്ലോങ് എന്ന പേര് വന്നത്. അതിൽ തന്നെ പല കഥകൾ വരുന്നുണ്ട്. ഈ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ദ ലേ എന്ന് പറഞ്ഞാൽ എ പ്ലേസ്, ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. അറിയില്ല, നമ്മൾ ഇതൊക്കെ ഇൻ്റർനെറ്റിൽ കണ്ടിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കാര്യം, നമുക്കറിയില്ലായിരുന്നു. ഷില്ലോങ് എന്ന് പറഞ്ഞാൽ ദ ഡെയ്റ്റി, അല്ലെങ്കിൽ അത് പവർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, പവറുള്ള സ്ഥലം, അല്ലെങ്കിൽ ശക്തി താമസിക്കുന്ന സ്ഥലം, അതാണ് ഷില്ലോങ്. നമ്മുടെ അവിടുത്തെ ഈ ലോക്കൽ ഖാസി ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ, ഈ ഷില്ലോങ് അവരുടെ പ്രസൻസ് ആദ്യമായിട്ട് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തത് ഇവിടെ എന്നാ പറയുന്നത്. അപ്പോൾ ഈ ചുറ്റുമുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത് നല്ല രസമാണ്. കാരണം എന്താ പറയുക, കൃഷിയിടങ്ങളാണ്, വളരെ മനോഹരമായി, വളരെ പ്ലസൻ്റായിട്ടുള്ള കാഴ്ച. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാതിരി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, വളരെ ഒരു ലോക്കൽ ഖാസി ബ്രേക്ക്ഫാസ്റ്റ്. അവർ ആ അമ്മ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. അത്രയും നല്ലൊരു ഒരു സ്ഥലത്ത് അത്ര വൃത്തിയോടെ ഫുഡ് തന്നത് തന്നെ വലിയ കാര്യം. ആ സ്ഥലത്തിൻ്റെ വലിപ്പത്തിലല്ലല്ലോ കാര്യം, തരുന്ന ആളുടെ ബിഹേവിയർ, സ്നേഹം, അതെങ്ങനെ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഷില്ലോങ് പീക്കിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഷില്ലോങ്ങിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഷില്ലോങ് പീക്കിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു വണ്ടി എടുക്കുക, പതിയെ ഇവിടെ വന്ന് കണ്ടിട്ട് പോവുക. ജസ്റ്റ് എന്താ പറയുക, അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത പോസിറ്റീവ് എനർജിയും സന്തോഷവും ഒക്കെ തോന്നും. ഷില്ലോങ്ങിൽ വന്നിട്ട് ഷില്ലോങ്ങിന് ആ പേര് കിട്ടാൻ കാരണമായ സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ വന്നില്ല എന്നൊരു തോന്നൽ വരത്തില്ല. ഇത്ര പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പോലെ തോന്നി. നമ്മുടെ നാട്ടിലെ നാടൻ പാട്ടുകളും, എന്താ പറയുക, കണ്ണകിയുടെയൊക്കെ കഥകൾ കേട്ടിട്ടില്ലയോ, സ്വന്തം ഭർത്താവ് എന്താ പറയുക സത്യസന്ധനാന്ന് പ്രൂവ് ചെയ്യാനായിട്ട് മധുരയല്ലയോ, ഏതോ നഗരം തന്നെ ചുട്ടരിച്ചതാണ് കണ്ണകി. അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ ചരിത്രവും ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ നാടിനും ഓരോ കഥകളുണ്ടാവും. ഇത് അതുപോലൊരു കഥ, ഒരു ചരിത്രം, അല്ലെങ്കിൽ ഒരു കേട്ടുകേൾവി, ഒരു ട്രഡീഷൻ, ഒരു വിശ്വാസം. എന്തായാലും യാത്രകൾക്കിടയിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ചില കാര്യങ്ങൾ ഭയങ്കര രസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏത് സ്ഥലമാണോ വിസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മൾ പോകുന്നത്, അതിൻ്റെ റൂട്ട്സുമായിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രം ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ലവ് യു ഓൾ, ബൈ.